എടേ ഹലോ സുരഭി, ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ചോറായില്ലേ? പപ്പടം കൂടി വറക്കട്ടെ, എപ്പ വരാം. പപ്പടം കൂടി വറക്കട്ടെ. എപ്പ നോക്കിയാലും അതെ, നേരത്തിന് ഭക്ഷണം കിട്ടില്ല. എന്താ ഇവിടെ പണി? പപ്പടം വറക്കല്, ഒരു ചോറ് കറി പപ്പടം, ഇതിനാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇവിടെ? കേക്കണ്ട? ഞാൻ പോവാ, ഇനി ഈ എണ്ണ എടുത്ത് നാളെ മതി. ഇത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. നീ എന്താടാ നീ എന്താ കാണിച്ചത് ഇപ്പൊ? നിന്റെ പണ്ടിൽ എങ്ങനെ കാണിക്കരുന്നുള്ളത്? നിനക്ക് ഈ സമയത്ത് പഠിച്ചൂടെ 4 അക്ഷരം? നീ എന്താടാ ഇങ്ങനെ? ഇത്ര പറഞ്ഞ മനസ്സിലാവില്ല, ഇത്ര പറഞ്ഞ മനസ്സിലാവില്ലേ? ഇത്ര മനസ്സിലാവില്ലേ? സുരഭി, എന്താണ് അവിടെ? ഒന്നുമില്ല. ഒരു സ്വൈരെന്താ? ഇവിടെ ഒരു വർക്ക് ചെയ്യണ കാണാനില്ലേ? ഏത് നേരത്തും ബഹളം ഉണ്ടാക്കലാണല്ലോ പണി. ഒരു കോമൺ സെൻസ് ഇല്ലേ നമുക്ക്? ഒരു മനുഷ്യ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് എപ്പോഴാ നമുക്ക് കിട്ടാനുള്ള അറിയില്ല കേട്ടാ, പറഞ്ഞില്ല വേണ്ട. ഓത്ത് ഇന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ ഉണ്ടവരോ, കഷ്ടം. ചപ്പാത്തി മരം പോലെ ഉണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കില്ല. കൂട്ടുക്കാൻ കറി ഒഴിക്കണ്ട. ഇതെന്താ ഈ ചപ്പാത്തി ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? കൊറേ സമയായ ഇതൊന്നും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇത്ര കാലമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല. ഇതെങ്ങനെ തിന്നും? വാങ്ങിയ ചപ്പാത്തിയാ? ഇവിടെ പിന്നെ ഗോതമ്പ് കൊടുത്ത് പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള എന്തിനാണ്? പൈസ ഉണ്ടാ? എവിടുന്നാണ് ഈ പൈസ ഉണ്ടാവുന്നത്? ആരെങ്കിലും കൊടുത്തു തരുമോ? ഈ ജോലിക്ക് ഉണ്ട് അവിടെ? ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനാണ് ഇവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ളത് പൊടി. അത് എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക, വായിൽ വെക്കാൻ കൊള്ളണ എന്തെങ്കിലും ഉണ്ടാക്കുക. അതല്ല എനിക്കിത് വേണ്ട. അപ്പോ ഭക്ഷണം കഴിക്കാം. അമ്മയുടെ മടിയിൽ ചപ്പാത്തിയാണോ? ആ മരം പോലുള്ളതല്ലേ കുട്ടിക്ക് തീറ്റിക്കണ അല്ലേ? അതിന് വയറുണ്ട് കേട് വരുത്തുക, എന്നിട്ട് ആ സൂക്കേട് മാറ്റാൻ ഹോസ്പിറ്റലിൽ പോവുക. ഇതിനൊക്കെ പൈസ വേണ്ടേ? ഇതൊരാൾക്ക് തിന്നാൻ പറ്റുമോ ഈ സാധനം? ഇനി കറി എന്താ അവസ്ഥ എന്നുള്ള ആർക്കറിയാം. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എരിവുണ്ടത് ഉണ്ടാ? എരിവുണ്ടാവില്ല, പുളി ഉണ്ടാവില്ല, എൻ്റെ അമ്മ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ എന്താണ് നിനക്ക് ബോധം എവിടെയാണ്? ഇതൊക്കെ വെറുതെ പൈസ വേസ്റ്റ് ആക്കല്ലേ. എന്റെ പൈസയാണ് ഈ വേസ്റ്റ് ആയി പോണത്. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ നിനക്ക്. ഓർമ്മ ഉണ്ടാ? ഇനി ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കില്ല. ഞാനത്
വാങ്ങിയതാ പെട്ടെന്ന് ഏട്ടന് തരാമല്ലോ എന്ന് കരുതി. പെട്ടെന്ന് ഏട്ടന് തരാൻ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കി തരാ? അതെ, ആണോ? ഇതിനൊക്കെ പൈസ ചെലവുണ്ട്, അല്ലാതെ എന്റെ തന്ത കൊടുന്നു തരുന്നുണ്ട് എന്റെ അടുത്ത് ഉണ്ടാ? എന്റെ അച്ഛന്റെ ചെലവുമല്ല അത്. എന്തിനാ അച്ഛനെ ചീത്ത പറയണേ? അച്ഛൻ മരിച്ചു പോയില്ലേ? പാവല്ലായിരുന്നോ? നീ എന്നെ ചോദ്യം ചെയ്യണ? കുട്ടിക്ക് നീ പഠിപ്പിക്കണാണ് ഇതൊക്കെ അല്ലേ? ഞാനൊന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല. കുട്ടി പറഞ്ഞത് ശരിയല്ലേ? എന്തിനാ മരിച്ചുപോയി എൻ്റെ അച്ഛൻ എങ്ങനെ പറയണത്? ഞാനല്ലേ തെറ്റ് ചെയ്യുന്നത്? അപ്പം എന്നെ പറഞ്ഞൂടെ? ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഏട്ടന് എന്നെ പറ്റുന്നില്ല. ഞാൻ വെച്ചുണ്ടാക്കിയത് പറ്റുന്നില്ല, ഞാൻ മിണ്ടിയാ പറ്റുന്നില്ല, ഞാൻ ഇരുന്നാ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഒരു പക്വതയിൽ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ എന്തിനാ ഞാൻ എൻ്റെ അച്ഛനെ പറഞ്ഞത്? എൻ്റെ അച്ഛൻ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ എത്രയോ നല്ല സമാധാനം സന്തോഷമായിട്ടില്ലേ നിങ്ങളെ കൂടെ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ എന്ത് കാര്യത്തിന് എൻ്റെ അച്ഛനെങ്ങനെ പറയുന്നത്? പാവ ഇനിയെങ്കിലും ഒന്ന് അവിടെ കിടന്നോട്ടെ. ഇത്രയോ കാലം നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ കല്യാണം നടത്തി തന്നു, നമുക്ക് വീട് വെക്കേണ്ട പൈസ തന്നു, ഏട്ടന് ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഗൾഫിൽ പോവാനുള്ള ടിക്കറ്റിന്റെ പൈസ, വിസയുടെ പൈസ എല്ലാം അച്ഛൻ തന്നില്ലേ? ഇനി എന്തിനാ എൻ്റെ അച്ഛൻ എങ്ങനെ പറയണത്? നാളെ വളർന്നു വരുന്ന മക്കൾ ഇതൊക്കെ തന്നെയല്ലേ കേൾക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഏട്ടൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഏട്ടനോട് ഒന്ന് പറയാറുണ്ടോ? സോറി, അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. സോറി. അമ്മേ, എന്താണ് ഇങ്ങനെ? എന്നെങ്കിലും ശരിയാവുമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മോൻ ചെല്ലേ, പോയി വായൊക്കെ കഴുക.